നേമത്തെ ജനങ്ങളെ വികസനമില്ലായ്മയിലേക്ക് തള്ളിവിട്ട നിലവിലെ MLA-ക്കും LDF, UDF മുന്നണികൾക്കും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്തു പറയാനുണ്ട്? നിയമം ഒന്നടങ്കം പറയുന്നു, ഞങ്ങൾക്ക് വികസനം വേണം. ഞങ്ങളുടെ വോട്ടുകൾ BJP NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്. മണ്ഡലത്തിലെ നിരവധി ഭാഗങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം വ്യാപകമാവുകയാണ്. ഇതിനെതിരായ അവബോധ ക്യാമ്പയിനുകളോ പുനരധിവാസ പ്രക്രിയകളോ നടത്താൻ നാളിതുവരെയായി MLA ശ്രമിച്ചിട്ടില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയായിരുന്ന നേമത്തിന്റെ MLA മണ്ഡലത്തിലെ യുവജനങ്ങൾക്കായി മൾട്ടി സ്കിൽ ട്രെയിനിങ് കേന്ദ്രങ്ങളും തൊഴിൽ നൈപുണ്യ പരിശീലന സംവിധാനങ്ങളും വാഗ്ദാനം ചെയ്തതല്ലാതെ നടപ്പാക്കിയില്ല. നേമത്തെ ജനങ്ങളെ വികസനമില്ലായ്മയിലേക്ക് തള്ളിവിട്ട നിലവിലെ MLA-ക്കും LDF, UDF മുന്നണികൾക്കും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്ത് പറയാനുണ്ട്? തീരദേശ സന്ദേശയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഗോപകുമാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരള കോൺഗ്രസ് റെഗുലർ ചെയർമാൻ ശ്രീ കല്ലടദാസ് നയിക്കുന്ന തീര സന്ദേശ യാത്രയാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേമം മണ്ഡലത്തിലെ വികസനത്തിനും വികസന സാധ്യതയ്ക്കും വേണ്ടി മത്സരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടിയും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള കേരള കോൺഗ്രസിന്റെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ശ്രീ പതിലൂർ അശോകൻ BJP-യുടെ സംസ്ഥാന സമിതി അംഗം അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള കോൺഗ്രസ് സർക്കുലർ ജില്ലാ കമ്മിറ്റി നയിക്കുന്ന തീരദേശ സന്ദേശ യാത്രയുടെ ഉദ്ഘാടന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ പിൻബലവാദ കൗൺസിലർ ശ്രീ വാസവൻ ഗോപകുമാർ, പതാക പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരയായ പിൻബലവാദ കൗൺസിലർ ശ്രീ സത്യവതി, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കല്ലടദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PK ഉമ്മൻ, ജില്ലാ ചെയർമാൻ MK നായർ, ജില്ലാ സെക്രട്ടറി ശിവകുമാർ, പ്രിയമുള്ള സെക്രട്ടറിമാരെ, പ്രിയമുള്ള സഹപ്രവർത്തകർ, ഇവിടെ ഇത്തരത്തിൽ ഒരു തീര സന്ദേശ യാത്ര നയിക്കുവാൻ തയ്യാറായ കേരള കോൺഗ്രസ് സർക്കുലറിന്റെ നേതാക്കൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷക്കാലമായി ഭാരതം ഭരിക്കുന്ന നമ്മുടെ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് ആക്കം കൂട്ടുവാനും അത്തരം വികസനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളത്തിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം സൃഷ്ടിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് സർക്കുലർ ആ വികസന പ്രവർത്തനങ്ങളെ സംസ്ഥാനത്തെ ദേശീയ നേതൃത്വം നൽകുന്ന ദേശീയ ഭാരതീയ ജനതാ പാർട്ടിയും
പ്രധാനമന്ത്രി നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുവാൻ നിങ്ങളുടെ ഈ തീര സന്ദേശ യാത്ര വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരിച്ച ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടുകയും വികസനം വെടിവെപ്പിനും സ്വജനപക്ഷപാതത്തിനും വിഭാഗ നിയമനങ്ങൾക്കും ഒക്കെ കാരണക്കാരായി വെക്കുന്ന ഈ ഇടത് സർക്കാരിനെ ഈ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് മതിയായി എല്ലാ തരത്തിലും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണമെന്ന് ഈ പൊതുസമൂഹത്തിൽ വിശ്വസിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഈ സമ്മേളനം വളരെയധികം തീരദേശ സന്ദേശ യാത്ര വളരെയധികം വിജയപ്രദമായി വരട്ടെ. തീർച്ചയായും ഒരു ഭരണമാറ്റം നമുക്കുണ്ടാകണം. ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. തീരദേശ യാത്രയ്ക്ക് എല്ലാവരുടെ പ്രവർത്തനങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് ഈ തീരദേശ സന്ദേശ യാത്ര ഔപചാരികമായി നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കേരള കോൺഗ്രസ് സെക്കുലർ നയിക്കുന്ന ശ്രീ കന്നഡദാസ് നയിക്കുന്ന തീരദേശ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പിള്ളാർവാട് കൗൺസിലറുമായ ശ്രീമതി സത്യവതിയാണ്. സത്യവതിയെ ഈ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തീരദേശ സന്ദേശ യാത്രയുടെ അധ്യക്ഷൻ ഡോക്ടർ ഗോപനങ്ങൾ, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡ് അശോക് നഗർ, ഈ കേരള കോൺഗ്രസ് സർക്കിളിൻ്റെ ചെയർമാൻ കല്യാണദാസ്, നമ്മുടെ ഈ തീരദേശ സന്ദേശ യാത്രയുടെ ഉദ്ദേശം നമ്മൾ ഉദ്ഘാടകൻ പറയുകയുണ്ടായി. നമ്മുടെ നേമം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടാണ് ഇന്ന് ഈ തീരദേശ സന്ദേശ യാത്ര നടക്കുന്നത്. ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണസമിതി അഴിമതിയുടെ നിലയിലേക്കാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റി നമുക്ക് പുതിയൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കേണ്ടത്. അതിനുള്ള യാത്രയാണ് ഇന്നിവിടെ കേരള കോൺഗ്രസിൻ്റെ സർക്കാർ നയിക്കുന്ന ഈ യാത്ര ആരംഭിക്കുന്നത്. ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. നന്ദി, നമസ്കാരം. നേമത്തെ ജനങ്ങളെ വികസനമില്ലായ്മയിലേക്ക് തള്ളിവിട്ട നിലവിലെ MLA-ക്കും LDF UDF മുന്നണികൾക്കും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്ത് പറയാനുണ്ട്? നിയമം ഒന്നടങ്കം പറയുന്നു, ഞങ്ങൾക്ക് വികസനം വേണം. ഞങ്ങളുടെ വോട്ടുകൾ BJP NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്.